കടൽ പോലെ പ്രശ്നങ്ങൾ ഓരോന്നും തിരമാലകളായി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം ഏവരും തളർന്നു പോകും. പരിഹാസങ്ങളും നിന്ദകളും കുത്തുവാക്കുകളും ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ മേൽ നമ്മളെ വേദനിപ്പിച്ച് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകും. പ്രതികരിക്കുവാനുള്ള ശക്തിയുണ്ടായിട്ടും പ്രതികരണശേഷിയെ മറച്ചുവെച്ച് പലരും മൗനത്തിൽ ആയിത്തീരും. ആ മൗനത്തിന് ഒരു സൗന്ദര്യമുണ്ട്. മൗനം വിദ്വാനുഭൂഷണമെന്നാണല്ലോ പറയാറുള്ളത്. പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മൗനം. ഒരാൾ പ്രതികരിക്കുമ്പോൾ, ഒരാൾ നമ്മളോട് ദോഷമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ മൗനമായിരുന്നാൽ ആ പ്രശ്നത്തിന് ഉറപ്പായും അതൊരു പരിഹാരമാണ്. മൗനം വിലങ്ങുതടിയായി നിന്നതുകൊണ്ട് എത്രയോ വഴക്കുകൾ ഉദ്ഭൂതമാകാതെ മാറിപ്പോയി. ശത്രുവിൻ്റെ വാളിനേക്കാൾ മൂർച്ചയുണ്ടാകും ചില സമയങ്ങളിലെ മൗനത്തിന്. എന്നാൽ എപ്പോഴും മൗനം പാലിക്കുന്നത് നല്ലതല്ലതാനും. നാവാട്ടും മുമ്പ് മനമാട്ടണം എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. ഒരു ഹൃദയത്തെയും വാക്കുകൊണ്ട് മുറിപ്പെടുത്തരുത്. അത് നേരിട്ടാണെങ്കിലും മറഞ്ഞിരുന്നാണെങ്കിലും. അതിനു മുൻപ് മനസ്സിരുത്തി ചിന്തിക്കണം. മൗനം വാചാലമാകുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. മൗനം ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കും, ആശങ്കപ്പെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ചെയ്യും. ചിലപ്പോൾ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ഈ മൗനം ചെയ്യുന്നു. മൗനം വ്രതമായി സ്വീകരിച്ചവരെയാണല്ലോ മുനിമാർ എന്ന് വിളിച്ചിരിക്കുന്നത്. മൗനത്തിൻ്റെ ഏകാന്തത തേടി മൗനത്തിൻ്റെ മുഖാവരണം അണിഞ്ഞവരാണ് അവരോരോരുത്തരും. കോപത്തോട് ക്ഷമയും, ഭയത്തോട് നിർഭയത്വവും, അസത്യത്തോട് സത്യവും, നശ്വരതയോട് ഐശ്വര്യതയും സമ്പാദിക്കുന്ന ഭാഷയാണ് മൗനമെന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രകാശവും ജീവനും പകർന്നു തന്ന യേശുവിൻ്റെ മുഖം വിചാരണവേളയിൽ മൗനമായി. ആക്രോശങ്ങളുടെയും അട്ടഹാസങ്ങളുടെയും പീഡനങ്ങളുടെയും മുൻപിൽ യേശുക്രിസ്തു മൗനം ഭജിച്ച ഒരു വ്യക്തിയാണ്. യേശുക്രിസ്തു മൗനം ഭജിച്ച ഓരോരോ വേളകളും അവിടുത്തെ വിചാരണ വേള തന്നെയാണ്. ആ മുഖം മൗനത്തിൻ്റെ ശിരോവസ്ത്രം ധരിച്ച് കാൽവറിയിലേക്ക് ശാന്തമായി ഒരു കുഞ്ഞാടിനെ പോലെ നടന്നു നീങ്ങി. ദൈവം സംവിധാനം ചെയ്ത പ്രപഞ്ചചക്രത്തിന് മുമ്പിൽ ധ്യാനപൂർവം യേശു മൗനമായി നിന്നു. ആ മൗനത്തിൻ്റെ മനോഹരത്വം എത്രയോ പേർക്ക് വിലയേറിയതാണ്. ബഹളങ്ങൾക്കിടയിലും മൗനം കാത്തുസൂക്ഷിക്കുന്നവർ ദിശാസൂചി കയ്യിലുള്ള നാവികനെ പോലെയാണ്. ആർത്തിരമ്പുന്ന കടലിലൂടെ ലക്ഷ്യതീരം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന നാവികൻ മൗനമായിരുന്ന് കപ്പലിനെ നയിക്കുന്നു. പ്രതിസന്ധികളിലും കലഹങ്ങളിലും സംവാദിക്കുന്ന ഭാഷ മൗനമായാൽ പിന്നീടത് അതിൻ്റെ സൗന്ദര്യം മികച്ചതായിരിക്കും എന്നോർക്കുക. പ്രിയരെ, പ്രതികരിക്കരുത്, പ്രതികാരം ചെയ്യരുത്. നിങ്ങൾ മൗനമായിരിക്കൂ. കാണാമറയത്തിരുന്നു കൊണ്ട് അസ്ത്രമെയ്യുന്ന ശത്രു എപ്പോഴും ഭീതിയുള്ളവനാണ്, ഭീരുവാണ്. അവരോട് പ്രതികരിക്കരുത്. ദൈവം പ്രതികരിക്കട്ടെ. ദോഷമായിട്ട് ആർക്കും ദൈവമൊന്നും ചെയ്യാതിരിക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ മൗനത്തിൻ്റെ സൗന്ദര്യം ജീവിതത്തിൽ ആർജിച്ചുകൊണ്ട് അനുദിനം മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതവും സമാധാനപരവുമായ ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. God bless you. God bless you. God bless you all.